ആടുജീവിതം കണ്ട സമയം മുതൽ ഒരാളെ കുറിച്ച് മനസ്സിലുണ്ടായ ചിന്തകളാണ്. അത് മറ്റാരുമല്ല, ജിമ്മി ഴാങ് ലൂയിസ് എന്നു പേരുള്ള ഹോളിവുഡ് നടൻ. നമസ്കാരം. ന്യൂസ് ഗ്ലോബി ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമ ഒരു വലിയ ബിസിനസ്സാണ്, ഒരു വലിയ വ്യവസായമാണ്. ഹോളിവുഡിലായാലും ബോളിവുഡിലായാലും ഇങ്ങു മോളിവുഡിലായാലും ഇത് കാഴ്ചക്കാരന് അവന്റെ കണ്ണിനും മനസ്സിനും ഒക്കെ നൽകുന്ന ആ ഒരു സുഖവും നനവും ഒക്കെയാണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ചില സിനിമകൾ നമ്മൾ കണ്ടാൽ ആ സിനിമയിൽ അഭിനയിച്ച നടീനടന്മാരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അതിലെ സംവിധായകരും അതിലെ പശ്ചാത്തല സംഗീതക്കാരും ഒക്കെ മനുഷ്യന്റെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ചില ചിത്രങ്ങളായിരിക്കും. അങ്ങനെ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ പ്രേംനസീറിന്റെ കാലഘട്ടത്തിലുമൊക്കെ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ ഈ തലമുറയിൽപ്പെട്ട ആളുകൾ പോലും പ്രേംനസീറിനെ ഓർക്കുന്നു, സത്യനെ ഓർക്കുന്നു, സുകുമാരനെ ഓർക്കുന്നു. അതേപോലെ മോഹൻലാൽ എന്ന അതുല്യനായ നടൻ, ഏതാണ്ട് 400-ൽ പരം സിനിമകളിൽ അഭിനയിച്ച മോഹൻലാലിന്റെ വാസ്തുഹാരയും കിലുക്കവും ഭരതവും, ചിത്രം, കിരീടം, വാനപ്രസ്ഥം തുടങ്ങിയ സിനിമകളൊക്കെ എല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമായിരുന്നു, മെച്ചമായിരുന്നു. അത് കോമഡിയാണെങ്കിലും ശരി, സംഗീതത്തിന് പ്രാധാന്യം നൽകുന്ന സിനിമകളാണെങ്കിലും ശരി, മോഹൻലാൽ ആ കഥാപാത്രങ്ങളെയെല്ലാം മികവുറ്റതാക്കി ഇന്നും തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. ആ സിനിമകളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒന്നും പറയാതെ തന്നെ പെട്ടെന്ന് മോഹൻലാലിന്റെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്. മമ്മൂട്ടിയും കുറവല്ല. മമ്മൂട്ടിയും ഏതാണ്ട് 420 സിനിമകളിലധികം അഭിനയിച്ചു കഴിഞ്ഞ ഒരു മലയാളത്തിലെ ഒരു മഹാപ്രതിഭ തന്നെയാണ്. മമ്മൂട്ടിയുടെ സിനിമകളും അതേപോലെ തന്നെ കൊമേഴ്ഷ്യലായി വിജയിച്ച 100 കണക്കിന് സിനിമകൾ. അതുപോലെ തന്നെ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, മമ്മൂട്ടി അഭിനയിച്ച ഭ്രമരവും അമരവും കാഴ്ചയും പോലുള്ള സിനിമകളൊക്കെ ഇന്നും പ്രേക്ഷകന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഇങ്ങനെ ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ നിരവധി സിനിമകൾ. നമുക്കറിയാം, ദി ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു സിനിമ, അതിലെ നായകൻ ലിയാനോ ഡി കാപ്രിയോയും അതിലെ നായിക കേറ്റ് വിൻസൽറ്റും ഒക്കെ ഇന്നും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന 2 കഥാപാത്രങ്ങളാണ്. ഇതൊക്കെ ഞാനിപ്പോ പറയാൻ കാരണം, ആടുജീവിതം കണ്ട സമയം മുതൽ ഒരാളെ കുറിച്ച് മനസ്സിലുണ്ടായ ചിന്തകളാണ്. അത് മറ്റാരുമല്ല, ജിമ്മി ഴാങ് ലൂയിസ് എന്നു പേരുള്ള ഹോളിവുഡ് നടൻ. ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ച് സിനിമയിലേക്ക് വന്ന ഴാങ് ലൂയിസ്, അദ്ദേഹത്തിന് ആ സിനിമയിൽ കൊടുത്തിരിക്കുന്ന ആ കഥാപാത്രത്തെ ഇത്രയും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു ഈ ജിമ്മി ഴാങ് ലൂയിസ്. ഈ സിനിമയിൽ അഭിനയിച്ചത് ഇബ്രാഹിം ഖാദിരി എന്ന കഥാപാത്രമാണ്. ചിത്രം കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴും ഒരു ചോദ്യം മുന്നിൽ അവശേഷിക്കുന്നു. മരുഭൂമിയിലെ മാലാഖയായി അവതരിച്ച ഇബ്രാഹിം ഖാദിരി എങ്ങോട്ടാണ് മറഞ്ഞത്? ബ്ലെസി വളരെ ബ്രില്യന്റായി തന്നെ ഇബ്രാഹിം ഖാദിരിയെ അവതരിപ്പിച്ചിരിക്കുന്നു. നജീബായി പൃഥ്വിരാജും ഹക്കീമായി ഗോകുലും അവരവരുടെ ശരീരത്തെ കഥാപാത്രങ്ങളാക്കി മാറ്റാൻ വേണ്ടി വരുത്തിയ മാറ്റങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. എന്നാൽ ഒരു തിരിച്ചറിവുണ്ട്, ആടുജീവിതം ബെന്യാമിന്റേതോ ബ്ലെസിയുടേതോ നജീബിന്റെയോ ഹക്കീമിന്റെയോ മാത്രമല്ല, എവിടെ നിന്നോ ദൈവകരങ്ങളായി വന്ന രക്ഷകനായി മാറുന്ന ഇബ്രാഹിം ഖാദിരിയുടേത് കൂടിയാണ് ഈ സിനിമ. കണ്ടിറങ്ങുന്നവർക്കുള്ളിൽ മാലാഖയായി മാറുന്ന ഇബ്രാഹിം ഖാദിരിയായി പകർന്നാടിയത് ഹെയ്ത്തി നടനും നിർമ്മാതാവുമായ ജിമ്മി ഴാങ് ലൂയിസ് ആണ്. ഹോളിവുഡിൽ നിരവധി വേഷങ്ങൾ ചെയ്ത ജിമ്മി ഴാങ് ലൂയിസിന്റെ ബാല്യം ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ഹെയ്ത്തിയിൽ ജനിച്ച ജിമ്മി ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾക്കൊപ്പം പാരീസിലേക്ക് താമസം മാറി. വീടില്ലാതെ പല വാതിലുകളും മുട്ടേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു ജിമ്മിക്ക്. ജോലിക്ക് വേണ്ടി പല രാജ്യങ്ങളിലും അലഞ്ഞിട്ടുണ്ട്. സ്പെയിനിലെ സംഗീത തിയേറ്ററിൽ ജോലിയും അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് ഇറ്റലി, ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ മോഡലിംഗും ചെയ്തു. 1990-കളിൽ ഇന്ത്യയിലെത്തിയ ജിമ്മി മുംബൈയിൽ നടന്ന ഫാഷൻ ഷോയിൽ പങ്കെടുത്തു. ഐശ്വര്യ റോയ്ക്കൊപ്പം റാമ്പിൽ ചുവടുവെച്ച അനുഭവം അദ്ദേഹത്തിനുണ്ട്. മോഡലിംഗിൽ നിന്ന് ചെറിയ സിനിമകളിലും ഡോക്യുമെന്ററികളിലും സ്വതന്ത്ര സിനിമകളിലും അഭിനയിച്ചു. ടീയേഴ്സ് ഓഫ് ദ സൺ 2003-ൽ 2002-ൽ പുറത്തിറങ്ങിയ ദി ബൗൺ ഐഡന്റിറ്റി എന്നീ സിനിമകളിലെ ചെറിയ വേഷങ്ങൾക്കും 2008-ൽ പുറത്തിറങ്ങിയ ദി ഷീൽഡ്,
ആർ ലിസ്റ്റ് 2002 എന്നീ പരിപാടികൾക്കും ശേഷം 2006 പുറത്തിറങ്ങിയ സൂപ്പർ ഹീറോ സീരീസായ ഹീറോസിലെ പ്രധാന കഥാപാത്രം ജിമ്മിയെ തേടിയെത്തി. 2 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിനിടയിലെ കരിയർ ബ്രേക്കായി മാറിയ ചിത്രമായിരുന്നു ഇത്. പിന്നീട് ഭാഷകൾക്കപ്പുറം പല സിനിമകളിലും ജിമ്മി തന്റെ കഴിവ് തെളിയിച്ചു. ഫ്രഞ്ച്, നൈജീരിയൻ, ഹെയ്ത്തിയൻ, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പരിമിതികളില്ലാതെ അദ്ദേഹം അഭിനയിച്ചു. 2023 സഹനടനുള്ള ആഫ്രിക്കൻ സിനിമാ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങളും നമ്മുടെ ഇബ്രാഹിം ഖാദിരിയെ തേടിയെത്തിയിട്ടുണ്ട്. സിനിമയിൽ നജീബിന്റെ മസറയ്ക്കടുത്തുള്ള മസറയിലെ ജോലിക്കാരനായ അടിമയായ ഇബ്രാഹിം ഖാദിരി എന്ന കഥാപാത്രത്തെയാണ് ജിമ്മി ലോയിസ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആടുജീവിതത്തിന്റെ കഥാഗതിയിൽ നിർണായകമായി സൂഫി സ്പർശമുള്ള ഇബ്രാഹിം ഖാദിരി എന്ന കഥാപാത്രവും നജീബിനും ഹക്കീമിനുമൊപ്പം ചർച്ചയാവുകയാണ്. മാത്രമല്ല, ആടുജീവിതത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയാണ് ജിമ്മി. ഇന്ത്യൻ സിനിമയിലെ ജിമ്മിയുടെ പ്രവേശനം സാധ്യമാക്കുകയാണ് ആടുജീവിതം. ജീവിത സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ആഖ്യാതങ്ങൾ തിരിച്ചെഴുതിയ നജീബിന്റെ ഒരു അംശം ജിമ്മിയിലും കാണാം. ആടുജീവിതം ഒരു യഥാർത്ഥ കഥയാണെന്ന ആവേശവും ഈ സിനിമയുടെ ഭാഗമാകാൻ ജിമ്മിക്കുണ്ടായിരുന്നു. തന്റെ അന്വേഷണത്തിലൂടെ മലയാളത്തിലെ പ്രധാന നടനാണ് പൃഥ്വിരാജ് എന്ന് മനസ്സിലാക്കിയ ജിമ്മിക്ക് സിനിമയിൽ സമ്മതം മൂളാൻ പിന്നെ അധികം സമയം വേണ്ടി വന്നിരുന്നില്ല. എന്നാൽ നജീബിന്റെ അനുഭവവും നജീബ് എന്ന യഥാർത്ഥ നായകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നതും തന്നെയാണ് ആടുജീവിതത്തിന്റെ ഭാഗമാകാനുള്ള പ്രധാന കാരണം. ഖാദിരിയാകാൻ വേണ്ടി ജിമ്മിയും കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി അത്തരത്തിലൊരാളെ താൻ കണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാണ് കഥാപാത്രമായി ജിമ്മി മാറാറുള്ളത്. ഖാദിരിക്ക് വേണ്ടി ജിമ്മി അറബി പഠിക്കുകയും ചെയ്തു. ഖാദിരിയെ പോലെ മറ്റുള്ളവരോട് സഹാനുഭൂതിയും അവരെ സഹായിക്കുന്നതുമായ സ്വഭാവം തന്നെയാണ് യഥാർത്ഥത്തിൽ ജിമ്മി ഴാങ് ലൂയിസിനും. ദുരിതമനുഭവിക്കുന്ന ഹെയ്ത്തികളെ സഹായിക്കാൻ ജിമ്മി തന്റെ പ്രശസ്തിയും വിഭവങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇതിനുവേണ്ടി ഹോളിവുഡ് യൂണിസ് ഫോർ ഹെയ്ത്തി എന്ന സംഘടനയും ജിമ്മി രൂപീകരിച്ചു. ഹെയ്ത്തിയിൽ സ്കൂൾ അടക്കം ഈ സംഘടനയുടെ ഭാഗമായി പണിതിട്ടുണ്ട്. ഇതൊക്കെയാണ് ജിമ്മി ഴാങ് ലൂയിസിന്റെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരങ്ങൾ. ഒരു വലിയ മനുഷ്യൻ തന്നെയാണ് ജിമ്മി ഴാങ് ലൂയിസ്. ഹെയ്ത്തികളുടെ ഇടയിൽ വളരെ വേഗം പടർന്നു പിടിച്ച അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘടനയും ഇന്നും ഹെയ്ത്തിയിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹോളിവുഡിൽ അറിയപ്പെടുന്ന നടനാണ് ജിമ്മി ഴാങ് ലൂയിസ്. ഇനി ഇന്ത്യൻ സിനിമയിലും ജിമ്മി ഴാങ് ലൂയിസിന്റെ നാളുകൾ വരാനിരിക്കുന്നു എന്നാണ് ആടുജീവിതം കണ്ടിറങ്ങുന്നവർക്ക് തോന്നുന്നത്.